ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് ഉള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്നിട്ട് നമ്മുടെ ഒരു ചുരിദാർ തയ്ച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോക്ക് ചുരിദാർ തയ്ച്ചിട്ടുണ്ടായിരുന്നു മെഗാ സ്ലിമിൻ്റെ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, പേപ്പർ ക്യാൻവാസ് എടുത്തിരിക്കുന്നത്. തുണി ക്യാൻവാസും പേപ്പർ ക്യാൻവാസും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. നമ്മൾ അയൺ ചെയ്യണമെങ്കിൽ അതിന് പകരം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയൺ ചെയ്യണമെന്നുള്ളവർക്ക് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്താലും പേപ്പർ ക്യാൻവാസ് ചില ഭാഗങ്ങളിൽ വിട്ട് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയൺ ചെയ്ത് പിന്നെ സ്റ്റിച്ചും ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യത്തെ പണി തന്നെ ഉള്ളൂ. അപ്പോൾ 4 ചുറ്റും നമ്മൾ തയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. തയ്ക്കുമ്പോൾ ചില ഭാഗം ഇങ്ങനെ എന്താ പറയുക പൊള്ളയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് അയൺ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ തുണി ഇങ്ങനെ കോട്ടൻ്റെ തുണിക്ക് ചില ഭാഗങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊള്ളച്ച പോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെന്നിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാൻവാസിൻ്റെ വീതി 4.5 ഇഞ്ചിൻ്റെ ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4.5 ഇഞ്ച് വീതിയിലുള്ളൊരു ക്യാൻവാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 4 സൈഡും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണും ഓളാക്കി വെക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനൽ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ചെണ്ണത്തിന് മാത്രം പ്ലേലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ചുരിദാറിന്, ഫ്രോക്കിന്, നൈറ്റിക്ക്, അതുപോലെ തന്നെ ബ്രാ കട്ടിങ്, അതുപോലെ തന്നെ ഫാബ്രിക് ഓർഗനൈസർ ഉണ്ടാക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബാഗ് മേക്കിങ്, അങ്ങനെ കുറച്ച് പ്ലേലിസ്റ്റ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. പിന്നെ സ്യൂരിങ് ടിപ്സ്, അങ്ങനെ വളരെയധികം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നമുക്ക് പ്ലേലിസ്റ്റ് ആണ് ഇടാൻ പറ്റിയിട്ടില്ല. കുറേ സമയം വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്ലേലിസ്റ്റ് അത്രയധികം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് വഴി ബ്ലൗസ് കട്ടിങ്ങൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പറയാൻ വിട്ടുപോയി, ബ്ലൗസ് കട്ടിങ്ങിന് പ്ലേലിസ്റ്റ് ഇട്ടുണ്ട്. പക്ഷേ മുഴുവനായിട്ടൊന്നും അങ്ങനെ 1 by ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ചാനലിൽ നോക്കിയിട്ട് പഠിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. ഒരുപാട് ടിപ്സുകൾ ഓരോ വീഡിയോയിലും മാറി വേറെ ടിപ്സുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് അടുത്ത വീഡിയോയിൽ കിട്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ മാറ്റങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് കേട്ടോ ചെയ്യണേൽ. അപ്പോൾ ഓരോ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ചുള്ള ഡിഫറൻസൊക്കെ അതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് റീയൂസബിൾ ഐഡിയാസ്, ഇപ്പോൾ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് റീയൂസ് ഐഡിയാസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഡോർമാറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തരം വാലറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ പേഴ്സ് പലതരം ചെയ്തിട്ടുണ്ട്, ബാഗ് മേക്കിങ് ചെയ്തിട്ടുണ്ട്, ഫാബ്രിക് ഓർഗനൈസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബാലൻസ് വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുക്കേണ്ടുന്ന അളവ് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ് കേട്ടോ. 2.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അളവെടുത്തിട്ട് വരച്ചു. അതിനുശേഷം മുകളിലേക്കും 2.5 ഇഞ്ച് തന്നെ എടുത്തത് കേട്ടോ. അങ്ങനെ 2ാം പ്രാവശ്യത്തെ ബോക്സും 2.5 ഇഞ്ച് തന്നെ എടുത്തു. 3ാം പ്രാവശ്യത്തെ ബോക്സിലേക്കും ഇതുപോലെ 2.5 ഇഞ്ച് എടുക്കണം കേട്ടോ. ഇത് ബോക്സായിട്ട് വരയ്ക്കേണ്ട, ജസ്റ്റ് 3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ 2.5 ഇഞ്ച് നമ്മൾ ഉൾസൈഡിൽ അടയാളപ്പെടുത്തി. എന്നിട്ട് ആദ്യത്തെ 2.5 ഇഞ്ച് ഇതുപോലെ വെച്ചു കേട്ടോ. അതായത് ഉൾവശത്തേക്കുള്ള ഭാഗത്തേക്ക് വെച്ചു. എന്നിട്ട് നല്ല വശത്താണ് പിന്നെ അടുത്ത 2ാമത്തെ ബോക്സ് ഇതുപോലെ ആക്കി വെക്കുന്നത്. 2ാമത്തെ ബോക്സിൽ നല്ല വശത്തേക്ക് ഇങ്ങനെ വെക്കുന്നത്. ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 3ാമത്തെ ബോക്സിൻ്റെ ആ ഒരു വര വരച്ചിട്ടില്ലേ, അവിടം വരെ കറക്റ്റായിട്ട് നിൽക്കും. അതാണ് 3ാമത്തെ ഒരു അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബോക്സ് എവിടം വരെ നിർണ്ണയിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി വയ്ക്കണം. 3 ഇഞ്ച് കേട്ടോ മുകളിലേക്ക് എടുത്തിരിക്കുന്നത്. അല്ലാതെ 2.5 ഇഞ്ചിൻ്റെ ബോക്സാണ്. പക്ഷേ നമ്മൾ ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മൾ കവർ ചെയ്യേണ്ടത് 3 ഇഞ്ചിലാണ്. അത് ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അത് 3 ഇഞ്ചിൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തപ്പോൾ താഴെ ഭാഗം കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. അതിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ബാക്കി വന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. എന്നിട്ട് ആ സൈഡ് ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 2 സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ബോക്സായിട്ട് എടുത്തതിൻ്റെ 2 സൈഡ് ഭാഗങ്ങൾ, അരികു ഭാഗങ്ങൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ക്യാൻവാസ് ആകുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെയാട്ടോ നിൽക്കുക. നമുക്ക് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ടൈറ്റ് ഉള്ളതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി.
കാരണം നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ ബോക്സ് 2-3 പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 2 സൈഡിലും പകുതിക്ക് തൊട്ട് തയ്ക്കുമ്പോൾ ഒരു സൈഡിലും പകുതിക്ക് തൊട്ട് തയ്ക്കുമ്പോൾ നമുക്ക് കട്ടിയുള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കെട്ടിട്ട് തയ്ക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷം 2 സൈഡ് ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട്, മനസ്സിലായ, ഇപ്പോൾ നമ്മൾ തയ്ച്ച ഭാഗത്തിൻ്റെ 2 സൈഡ് ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വരുന്ന രീതിയിലേക്ക് മടക്കി വയ്ക്കണം. ഇതുപോലെ മടക്കി വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ ഷേപ്പിൽ വരയ്ക്കണം. അത് നമുക്ക് ചോക്ക് വെച്ചോ പേന വെച്ചോ വരയ്ക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കാം. മനസ്സിലായോ? ഇതുപോലെ ഷേപ്പിൽ വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ആ ഷേപ്പ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വശം മാറി കട്ട് ചെയ്യരുത്. അതായത് കനം കുറവുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ ഇതുപോലെ വരച്ചത്. ഓക്കെ, കനം കൂടിയ ഭാഗം താഴെ ഭാഗത്തേക്കാണ് വച്ചിരിക്കുന്നത്, കനം കുറഞ്ഞ ഭാഗത്താണ് നമ്മളിത് വരച്ചത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പിൽ കേട്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഈ കാണുന്ന ഈ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നമുക്ക് താഴത്തുനിന്ന് കെട്ടിട്ട് നിർത്തിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്താലും മതി. ഫുൾ റൗണ്ട് സർക്കിൾ അങ്ങനെ തയ്ച്ചെടുക്കാനും മതി കേട്ടോ. ഒരു ഷേപ്പ് ഫുള്ളായിട്ട് അതുപോലെ തയ്ച്ചാലും മതി. എന്നിട്ട് ഈ സൈഡ് ഭാഗങ്ങൾ 2 പ്രാവശ്യം വേണമെങ്കിൽ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും കെട്ടിട്ട് തയ്ക്കണം. അതുപോലെ എന്തെങ്കിലും ഇതിനകത്ത് കെട്ടിട്ട് തയ്ക്കണം. അല്ലെങ്കിൽ നമ്മളിത് മറിച്ചിടുമ്പോൾ അഴിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? നമ്മളിത് മറിച്ചിടും. തയ്ച്ച് കഴിഞ്ഞ ശേഷം 2 പ്രാവശ്യം നമുക്ക് മറിച്ചിടാനുണ്ട്. അത് വശങ്ങൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ വീഡിയോയിൽ നമ്മളിത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്യാൻവാസ് ആകുമ്പോൾ ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടായിരിക്കും. നമുക്കിത് മറിച്ചിടാൻ ഇത്തിരി ടൈറ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എന്നാലും നമുക്കത് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് മറിച്ചിടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കട്ടിയോ ഭാഗത്തുനിന്ന് കുറഞ്ഞ് കിട്ടും. നമുക്കിത് മറിച്ചിടാനായിട്ട് എളുപ്പമുണ്ടാകും. ഇനി നമ്മൾ മറിച്ചിടുന്നത് ഏറ്റവും മുകൾ ഭാഗത്ത് എന്ന് വെച്ചാൽ 1 ലെയറായിട്ട് ഫുള്ളായിട്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ മറിച്ചിടുന്നത് കേട്ടോ. പിന്നെയും ഇടയിൽ ഇതുപോലെ ഒരു ഫോൾഡിങ് വരുന്നുണ്ട്. അതല്ല നമ്മൾ മറിച്ചിടുന്നത്. നമ്മൾ ഏറ്റവും മുകളിലത്തെ 1 ലെയറായിട്ട് നിൽക്കുന്ന ഈ ഭാഗം കേട്ടോ. സൈഡ് മാറിയിട്ട് മറിച്ചിടരുത്. ഈ രീതിക്ക് തന്നെ മറിച്ചിട്ടാലാണ് ഈ ഒരു സംഭവം കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് മുകൾ ഭാഗത്ത് 1 ലെയറായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കേട്ടോ. ഇത്തിരി ടൈറ്റ് ഉണ്ട് മറിച്ചിടാൻ. നമ്മൾ ഇത്തിരി സ്ട്രോങ് ആയിട്ട് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇതുപോലെ മറിച്ചിടാനുണ്ട്. ഈ ഒരു ഭാഗം അഗെയിൻ വീണ്ടും മറിച്ചിടണം. അത് എന്നിട്ട് മറിച്ചിടുമ്പോൾ ആ എഡ്ജസൊക്കെ ശരിക്കും ഇങ്ങനെ സ്ക്വയർ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് 2 സൈഡും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം മുകൾ ഭാഗത്തോട് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് ഭാഗങ്ങളിൽ ഫുൾ റൗണ്ട് സർക്കിൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഭാഗം കേട്ടോ. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു വാലറ്റ് കിട്ടിയിട്ടുണ്ട്. കാർഡ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന നല്ലൊരു വാലറ്റാണ്. വേണമെങ്കിൽ കോയിൻസ് ഇട്ട് വെച്ചാണെങ്കിൽ കോയിൻസ് ഇട്ട് വയ്ക്കാം കേട്ടോ. കാർഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് ചില്ലറ പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്നത് നമുക്ക് വയ്ക്കാം. പിന്നെ നോട്ടാണെങ്കിലും മടക്കിയായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫുള്ളായിട്ട് നിർത്തി വയ്ക്കാൻ പറ്റില്ല, മടക്കി വയ്ക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ ഇത് വേണം, നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് ലോക്ക് ചെയ്യേണ്ടത്. ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് പ്രസ് ബട്ടൺ പോലത്തെ ടൈറ്റുള്ള പ്രസ് ബട്ടൺ ഇല്ലേ, നമുക്കിങ്ങനെ ചെറിയൊരു സംഭവം വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രസ് ബട്ടൺ മേടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതിനോടുകൂടി നമുക്ക് 2ഉം കിട്ടും. അത് 2 ഭാഗം വയ്ക്കുന്ന രീതി ഇങ്ങനെ കിട്ടും. ക്ലോത്തിൽ തന്നെ വെച്ചിട്ട് അമർത്താൻ പറ്റാവുന്ന ഒരു സംഭവം നമുക്ക്. ബൈ.